ഹലോ, വെൽക്കം ടു റിച്യൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയുടെ വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മഞ്ഞ കളർ ദുപ്പട്ടയിൽ കസ്റ്റമർ തന്നെ അയച്ചെന്ന ദുപ്പട്ടയിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. നെറ്റ് കോട്ടയുടെ ദുപ്പട്ടയാണ്. ഇതിൽ ബോർഡർ ഫുള്ളായിട്ടുള്ള വർക്കാണ് ചെയ്തെടുത്തത്. സോ ആദ്യം ഫ്ലവറിൻ്റെ ഇടയിൽ ഫ്ലവർ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനായിട്ട് നമ്മൾ നീഡിൽ ഇതുപോലെ പൊക്കിയെടുത്തിട്ട് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവർ ബഡാണ് അത് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് നോക്കുക. 3 പ്രാവശ്യം ഈ റൗണ്ട് ചെയ്തെടുത്തിട്ട് താഴത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 3 എണ്ണം വരുന്ന ഒരു ലൈൻ ഇതുപോലെ ചെയ്തെടുക്കുക, ഫ്രഞ്ച് നോട്ട് ഒന്നിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്നുള്ള ഗ്യാപ്പുകളിൽ അടുത്ത നോട്ട് ചെയ്ത് നിന്നാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫ്ലവറിൻ്റെ ഡിസൈൻ കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. ഇത് അറ്റമായതുകൊണ്ടാണ് ക്ലോത്ത് ഇച്ചിരി ഇങ്ങനെ എഴുകുന്ന രീതിയിൽ, കാരണം ഒത്തിരി ടൈറ്റ് ആകുമ്പോൾ നെറ്റ് കോട്ട നല്ല വലിയും. അങ്ങനെ വലിയാതിരിക്കാനാണ് കുറച്ച് ലൂസായിട്ടെടുത്തത്. പക്ഷേ ഓരോ സ്റ്റിച്ചും നമ്മൾ ടൈറ്റായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അത് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ആ ക്ലോത്തും കൂടെ ഒന്നും കൂടെ പിടിച്ചെടുത്ത് വലിച്ചിടുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇച്ചിരി ലൂസായിട്ടിട്ടാണ്, അല്ലെങ്കിൽ നെറ്റ് കോട്ട നന്നായിട്ട് വലിഞ്ഞിരിക്കും. അങ്ങനെ വലിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് അറ്റത്തായതുകൊണ്ടും കൂടി ഇങ്ങനെ വിട്ട് ചെയ്തത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ബോർഡറിൽ അപ്പോൾ അറ്റത്ത് പിടിച്ചിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നോട്ടൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഫ്ലവറിൻ്റെ ഇത് കഴിഞ്ഞു. അടുത്തത് ഇതിന് ചുറ്റുമായിട്ട് പീച്ച് കളറിലുള്ള ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പീച്ച് കളറിലുള്ള ഫ്ലവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി 6 ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റമറിനുണ്ടായിരുന്ന ഒരേ ഒരു റിക്വസ്റ്റ് വന്നിട്ട് അടുപ്പിച്ച് വേണം, ഒത്തിരി അകലെ ആവരുത്. എത്ര നേരം എടുത്താലും പ്രശ്നമില്ല, പക്ഷേ എനിക്ക് അടുപ്പിച്ചുള്ള ഫ്ലവറായിട്ടുള്ള രീതിയിൽ വന്നെടുക്കണം എന്നുണ്ടോ. അതുപോലെ തന്നെ പെറ്റൽസും അടുത്തടുത്ത് തന്നെ വരണം എന്നുണ്ടായിരുന്നു. സോ അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അളവായിട്ട് കിട്ടാൻ വേണ്ടിയായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ 4 സൈഡിലേക്കുമാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ ഇതുപോലെ 4 സൈഡിലേക്കും ലേസി ഡേസി സ്റ്റിച്ചിങ് ഇതുപോലെ ചെയ്തെടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ അകത്ത് 2 അല്ലെങ്കിൽ 3 അത് നമ്മൾ എടുക്കുന്ന രീതി അനുസരിച്ചുള്ള രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വലിച്ച് ഓരോന്നിൻ്റെ അകത്ത് 3 എണ്ണമായിട്ടും ചിലതിൻ്റെ അകത്ത് 2 എണ്ണം വരുന്ന രീതിയിലും, അത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് ഉള്ള രീതിയിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ഈ ഫ്ലവറിൻ്റെ വർക്കായിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തത്. സോ ലേസി ഡേസി തന്നെയാണ് മെയിനായിട്ട് ഇതിൽ സ്റ്റിച്ചിങ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഓരോ പ്രാവശ്യം വലിച്ചെടുക്കുമ്പോൾ ലേസി ഡേസി ചെയ്യുമ്പോൾ അറിയാമല്ലോ, എപ്പോഴും വലിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ക്ലോത്ത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്. സോ ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ വർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമെങ്കിൽ റിച്യൂസ് ബുട്ടീക്കിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലത്തെ വർക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങളുടെ തന്നെ മെറ്റീരിയലിൽ വർക്ക് ചെയ്ത് കിട്ടാനാണ് വേണ്ടെങ്കിലും നമുക്ക് മെറ്റീരിയൽ അയച്ചു തന്നാൽ മതി, വർക്ക് ചെയ്ത് തിരിച്ചയക്കാവുന്നതാണ്. സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതുമല്ലാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള മെറ്റീരിയലാണ് വേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ മെറ്റീരിയൽ അവൈലബിൾ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ളതിൽ എന്ത് വർക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഡെയിലി വെയർ ആണെങ്കിൽ ചെറിയ സിമ്പിളായിട്ടുള്ള വർക്ക്, ഇല്ല പാർട്ടി വെയർ ആണെങ്കിൽ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള വർക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ എന്ത് രീതിയിലുള്ള വർക്കും നമ്മൾ എടുക്കുന്നതാണ്. ഇത് മാത്രമല്ല, കുട്ടികളുടെ ഹെയർ ആക്സസറീസ്, ഹെയർ ക്ലിപ്സിലും വർക്കുകൾ ചെയ്യുന്നുണ്ട്. സോ അതിനും ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന പോലെ 2 സെറ്റിലുള്ള ഫ്ലവേഴ്സ് ചെയ്ത പോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ വർക്ക് തീരും. ഓരോന്നിലും നിറയെ പെട്ടൽ വരുന്നതുകൊണ്ട് കുറേ സമയമെടുത്ത് തന്നെയാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കും കൂടിയാണ്. ചുറ്റും ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തു. ഫുള്ളായിട്ട് ആ ഷോളിൻ്റെ ഫുള്ളായിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാലാണ് ഒന്നാമത് യെല്ലോ കളറിൽ ഈ ഒരു കളർ കുറച്ചും കൂടെ എടുത്ത് കാണണമെങ്കിൽ ശരിക്കും അടുപ്പിച്ച് തന്നെ ഈ ഒരു വർക്കിൻ്റെ ഇത് ചെയ്ത് കൊടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഡാർക്കർ ഷെയ്ഡിലേക്ക് പോകണം.
സോ ഫ്ലവറിൻ്റെ വർക്ക് കഴിഞ്ഞു. അടുത്തത് വന്നിട്ട് ലീഫിൻ്റെ വർക്കാണ് ചെയ്തെടുക്കുന്നത്. ലീഫിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അടുത്ത സ്റ്റെമ്മിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. 610 തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ബാക്ക് സ്റ്റിച്ചാണ് വന്നത്. ഇങ്ങനെ വളഞ്ഞ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോന്നിനും ഓരോ സെറ്റ് ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3-4 ബ്രാഞ്ചായിട്ട് എന്തായാലും 2 കൂടുതലായിട്ട് കൊടുക്കുക. അത് ഓരോന്നിൻ്റെ സൈസ് അനുസരിച്ച്. ബ്രാഞ്ചിൻ്റെ സൈസ് കുറച്ച് വലിയതായിട്ടാണ് വന്നെങ്കിൽ 3 നമുക്ക് തീർക്കാൻ പറ്റും. അല്ലാന്നാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്നും വരച്ചല്ല ചെയ്യുന്നത്, നമുക്ക് അപ്പം വരുന്ന രീതിയിൽ ചെയ്തെടുക്കണം. ഒറ്റ പടം പോലും നമ്മൾ വരച്ചൊരു ചെയ്തല്ല ചെയ്തേക്കുന്നത്. സോ അതെല്ലാം ഒരു ഇതിലായിട്ട് വരച്ച് ചെയ്യുന്നവർക്ക് വരച്ച് ചെയ്യാം. പക്ഷേ എനിക്കെന്തോ ഇതിൽ വരച്ച് ചെയ്യാൻ തോന്നിയത്, അല്ലാതെ തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഏകദേശം ഒരു കണക്കിലാണ് ചെയ്തെടുക്കുന്നത്, പക്ഷെ അത് കറക്റ്റായിട്ട് വരികയും ചെയ്തു. സോ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വരച്ച് അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് വേണം ചെയ്യുക. കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞവർക്കാണെങ്കിൽ അത് ചെയ്ത് തന്നെ എടുക്കാം. സോ ഞാൻ ഇവിടെ നിന്ന് അടുത്ത ബ്രാഞ്ചായിട്ടാണ് തുടങ്ങിയത്. താഴത്തേക്ക് വരുന്ന രീതിയിൽ ആ ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ അടുത്ത സെക്ഷൻ കൊടുത്തു. ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. സോ ബ്രാഞ്ചിൻ്റെ ഓരോരോ സൈഡിൽ നിന്ന് ഓരോരോ വള്ളിയിലേക്കായിട്ട് കൊടുക്കണം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അന്നേരം എങ്ങനെ വരുന്നോ, എങ്ങനെയാണോ മനസ്സിൽ വരുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. വരച്ചെടുത്ത ആ ഒരു എല്ലാം ഒരുപോലത്തെ എന്നുള്ളതില്ല. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചസിലേക്കും ഓരോ രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. ചിലതിൽ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും, ചിലതിൽ കുറച്ച്. പക്ഷെ ആ ഒരു ഡിഫറൻസാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് വർക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. എല്ലാം ഒരുപോലെ ഇരിക്കുന്ന പോലെയല്ല ഹാൻഡ് വർക്കിൻ്റെ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ വർക്കിലേക്ക് പോയാൽ മതിയല്ലോ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരുന്നതാണ് ആ ഒരു ഇംപെർഫെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് വർക്കിൻ്റെ പെർഫെക്ഷനായിട്ട് വരിക. സോ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റെമ്മിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു വർക്ക് ടോട്ടലായിട്ടുള്ള ബോർഡറിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഫിംഗറിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ, 1 ഇഞ്ചും കൂടെ കൂടുതലായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു 4 ഇഞ്ച് 4 to 5 ഇഞ്ചിൻ്റെ ഉള്ള ഓരോരോ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട്. ഇത് ദുപ്പട്ടയുടെ എല്ലാ സൈഡുമായിട്ട് ചെയ്തിങ്ങനെ കൊടുക്കാം. സോ ഇതാണ്, ഇത്ര സിമ്പിളായിട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു ദുപ്പട്ട വന്നിട്ട് ഏത് കളറിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാം. ലൈക്ക് പ്ലെയിൻ കളറാണെങ്കിൽ അത്രയും നല്ലത്. സോ ഫുള്ളായിട്ടുള്ള വർക്ക് കാണുന്നത് ഇതിൻ്റെ കൂടെ പ്ലെയിൻ കളറിലുള്ള മെറ്റീരിയലിൻ്റെ കൂടെയാണ് ഈ ഒരു വർക്ക്. അതായത് ബ്ലാക്കിൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈവൻ ത്രെഡിൻ്റെ കൂടെ ആയാലും അടിപൊളിയായിട്ട് നിൽക്കും. സോ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ ആയിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കോ, ഹെയർ ആക്സസറി മാത്രമല്ല ഫുള്ളായിട്ടുള്ള സെറ്റുകളുടെ അടക്കമെല്ലാം ഉണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് വർക്കും ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.